6 തരം വീടുകളിൽ മലായിക്കത്തുകൾ വരൂല. നമ്മള് നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുക. എന്റെ പേരുണ്ടോ, എന്റെ വീടിനെ പറ്റി ഇതിൽ പറയുന്നുണ്ടോ നോക്കിയാൽ മതി. 1, ലാ തദ്ഖുലുൽ മലായികത ബൈതൻ. ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മലായികത്തുകൾ പ്രവേശിക്കില്ല ഒരു വീട്ടിൽ. ഫീഹി, അവിടെയുണ്ട്, കൽബുൻ, നായ ഉണ്ട്, വസൂറത്തുൻ, ചിത്രങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. ഇവിടെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും ചിത്രങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. നായയും രൂപവും ചിത്രങ്ങളും ഉള്ള വീടുകളിൽ കാരുണ്യത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നായകൾ അധികം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ മരിച്ച വാപ്പാന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചവരുണ്ട്. വീട്ടിലെ കുട്ടിയുടെ ഫോട്ടോ ചെറുതും വലുതുമായത് എടുത്ത് ഫ്രെയിം ചെയ്തു വെച്ചവരുണ്ട്. വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോകൾ പതിപ്പിച്ചു വെക്കുന്നവരുണ്ട്. അതിലിത് പെട്ടു. നമ്മുടെ വീട്ടിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സുകൾ പല ജീവികളുടെയും പല ജന്തുക്കളുടെയും ഉണ്ടാകും. അത് ആവശ്യം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. കുട്ടികൾ അങ്ങനെ ഹദീസിൽ ആയിഷ ബീവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞാൽ ഭദ്രമായി അടച്ചുവെക്കാൻ, എടുത്തുവെക്കാൻ ഉപദേശമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ, ചില നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട കളിത്താരങ്ങളുടെ ഫോട്ടോകൾ അവന്റെ റൂമിൽ ഒട്ടിച്ചതായി പലരുടെയും വീടുകളിലൊക്കെ കാണാറുണ്ട്. നടന്മാരുടെ, അവൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പൗരനേതാക്കന്മാരുടെ ഒക്കെ വീട് അവൻ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കുന്നു. അതിന്റെ അപകടമാണ് അവിടെ പഠിപ്പിക്കുന്നത്. മലായിക്കത്തുകൾ അവിടെ പ്രവേശിക്കുകയില്ല. 2, ഫഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ. മലായികത്തുകൾ ഒരു വീട്ടിൽ പ്രവേശിക്കില്ല. ഫീഹി ബൗലുൻ മുൻതഖഉൻ. അവിടെ കെട്ടിക്കിടക്കുന്ന മലമൂത്ര വിസർജനമുണ്ട്. കാഷ്ടവും മൂത്രവും കൊണ്ട് ദുർഗന്ധം വമിക്കുന്നൊരു വീടാണെങ്കിൽ അവിടെ മലായികത്ത് വരൂല. ഒരു ഹദീസിലുണ്ട്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും അതുപോലെ ഖുറാസും കഴിച്ചിട്ട് വരരുത്. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ദുർഗന്ധം പള്ളിയിൽ ഉണ്ടാകും, അവിടെ മലക്കുകൾ അപ്പോൾ പ്രവേശിക്കില്ല. അപ്പൊ ഇനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബാത്റൂമുകൾ, നമ്മുടെ ടോയ്ലറ്റുകൾ നല്ല വൃത്തിയാവണം. ആവശ്യം കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അതിന്റെ മണം നഷ്ടപ്പെടുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്ലോറിൽ എവിടെയെങ്കിലും ഒക്കെ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കുക എന്നതൊരു വീടിന്റെ വലിയ അച്ചടക്കമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു മാലിന്യമുക്തമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ എപ്പോഴും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഹദീസ്. 3-ാമത്തെ വീട്, തത്ഹീറുൽ ബൈത്തി മിൻ സൗതി ഇബ്ലീസ്. ഇബ്ലീസിന്റെ രാഗമുള്ള, ഇബ്ലീസിന്റെ ശബ്ദാനുകരണമുള്ള വീടുകൾ പിശാചുക്കളുടെ താവളമാണ്. അവിടെ മലായികത്ത് വരില്ല. അവിടെ സൗത്ത് ഇബ്ലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസാമീറ വ മആസിഫ, സംഗീത ഉപകരണങ്ങളും സംഗീത ആസ്വാദനങ്ങളും നടക്കുന്ന വീടാണ്. ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മുടെ ജീവിത ഉപയോഗങ്ങളിലും അടക്കം ഇന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ റൂമുകളിലും എല്ലാ മക്കളുടെ കയ്യിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇവിടെ കാരുണ്യത്തിന്റെ മലക്കൾ വരില്ല. 4, വഴക്ക് കൂടുന്ന, പരസ്പരം ബഹളം ഉണ്ടാക്കുന്ന, കലഹം ഉണ്ടാക്കുന്ന വീടുകളിൽ മലായികത്ത് വരൂല. പേടിച്ചിട്ടല്ല, അതിന് കാരണമുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഭാര്യ ഭർത്താക്കന്മാർ, മക്കളോട്, അയൽവാസിനോട്, അപ്പുറത്തെ വീട്ടുകാരോട് വഴക്കിട്ടുകൊണ്ട് കഴിയുന്ന സമയം മലായികത്തുകളുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കൂല. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഒരു സദസ്സിലിരിക്കാം, ഒരു സ്ഥലത്തിരിക്കാം. അങ്ങനെ ഒരാൾ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നന്നായി ചീത്ത പറയുന്നു, എന്തൊക്കെയോ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു, ഒന്നും മറുപടി പറഞ്ഞു. അതേ പിന്നെയും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് വല്ലാതെ സഹി കെട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു, ചീത്ത പറയുന്നു, അദ്ദേഹത്തിന് വഴക്ക് ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നടന്നു. നബിയോട് ചോദിച്ചു, നബി അദ്ദേഹം ഇത്രയും നേരം എന്നെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ചു ഇവിടെ കേട്ടിരുന്നു, ഞാനൊന്ന് തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് ഇഷ്ടമില്ലാതെ നിങ്ങൾ മാറിപ്പോയി. അപ്പൊ നബി പറയാണ്, അബൂബക്കറെ, ഞാൻ അവിടുന്ന് എണീറ്റ് മാറിപ്പോകാൻ ഒരു കാരണം.
ഇന്നഹു കാന മഅക മലകുൻ യറുദ്ദു അൻക, നീ മിണ്ടാതിരിക്കുന്ന അത്രയും സമയം നിന്നെ പ്രതിരോധിക്കാൻ അവിടെ മലക്കുണ്ടായിരുന്നു. ഫലമാ റദത്ത അലൈഹി, നീ അദ്ദേഹത്തിന് അതുപോലെ മറുപടി പറഞ്ഞപ്പോൾ, ബഅദ ഖൗലിഹി, ചില വാക്കുകൾ നിന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ, വഖഅ ശൈത്താൻ, നിന്നെ പിശാച് പിടിച്ചിരിക്കുന്നു, അവിടെ പിശാചിന് ഇടം കിട്ടിയിരിക്കുന്നു. ഫലം മകുൻ അല്ലാ ഖഅദ മഅ ശൈത്താൻ, നിനക്കറിയില്ലേ ഞാൻ ശൈത്താനിന്റെ കൂടെ ഇരിക്കാറില്ല, ഞാൻ അങ്ങോട്ട് ഇരിക്കാറില്ല, ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു പോല. അപ്പൊ ഇത് ആവർത്തിക്കുന്ന ഒരു വീടാണെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. 5 ബൈത്തുൽ മൻഹിയാതി വൽ ലഅനതി, ശാപകരമായ നിരോധിച്ചതായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വീടാണോ? അവിടെ പിന്നെ കുറെ ഓതിയിട്ട് കാര്യമില്ല, ഇത് ഈ പരിപാടി ഒഴിവാക്കണം. ഉലമാക്കന്മാര് പറഞ്ഞു ബൈത്തുൽ കബായിർ, മഹാപാപങ്ങൾ നടക്കുന്ന വീട്, ശിർക്കടക്കമുള്ളത്, സിഹർ, ഖാത്തിഉർ റഹം, കുടുംബബന്ധം മുറിക്കുന്ന ഒരു വീട്, ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കൾ ധിക്കരിക്കുന്ന ഒരു വീട്, ഖംർ, മദ്യപാനമുള്ള, റിബ, പലിശ തിന്നുന്ന, സിഹർ നടത്തുന്ന, അനുബന്ധമായ കാര്യം ചെയ്യുന്ന, ഫവാഹിഷ്, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീടാണോ അവിടെ കാരുണ്യത്തിന് മലക്കുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. 6 ലൈസ ഫീഹി ദിക്റുൻ, ഒരു ദിക്റുമില്ലാത്ത വീടാണോ അവിടെ മലായിക്കത്തുകൾ സഞ്ചരിക്കില്ല. പടച്ചവനെ കുറിച്ചുള്ള ചിന്തയും സ്മരണയും ഇല്ലാത്ത വീടുകൾ, അവിടെ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീട് മഖബറകളാക്കരുത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖബറകളാക്കരുത്. അവിടെ ഖുർആനോത്തും ദിക്റുകളും പ്രാർത്ഥനകളും ധാരാളം ഉണ്ടാകണം എന്ന്